ഇത്തരത്തിൽ BJP-യിലേക്ക് വരാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് അമ്പിളിമാനോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഇപ്പോൾ BJP-യിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? ഇപ്പം BJP-യിലേക്ക് വരികയാണ്. കോൺഗ്രസിന്റെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തകനാണ്, സജീവമായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം BJP-യിലേക്ക് വരാനുള്ള കാരണം? ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തി ഇന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ BJP-യുടെ ശക്തമായ പ്രവർത്തനം നരേന്ദ്രമോദി നേതൃത്വത്തിലാണ് പുതിയ ഇന്ത്യയെ വാർത്തെടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തിലാണ് ആകൃഷ്ടനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. ഞാനിന്ന് ഈ കുറച്ചു നാളായിട്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു. ആ സംസ്ഥാനങ്ങളിലൊക്കെ കാണുന്നത് വലിയൊരു പുതിയൊരു ഇന്ത്യയാണ് കാണുന്നത്. റോഡുകളുടെ വികസനമായാലും മറ്റു വിഷയങ്ങളിലൊക്കെ ഇന്നലകളില്ലാത്തൊരു മാറ്റം ഇന്ത്യ ദർശിക്കുന്നുണ്ട്. അത് കേരളത്തിൽ ദർശിക്കുന്നു. നമുക്കറിയാം, ഇത് ദേശീയപാതയുടെ ഒരു പുരോഗതി തന്നെ. അത് നരേന്ദ്രമോദിയുടെ ഒരു ഭരണനേട്ടം തന്നെയാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. ഞാൻ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വന്ന് അന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പ്രസക്തി ഉണ്ടായിരുന്നു. ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുകയും KSUവിന്റെ യൂണിയൻ പ്രസിഡന്റായും KSUവിന്റെ കോളേജ് യൂണിയൻ ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസിലൂടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കായംകുളത്തെ ബ്ലോക്ക് ട്രഷററായും ബ്ലോക്ക് വൈസ് പ്രസിഡന്റായും DCC അംഗമായി ഇപ്പോൾ വ്യാപാരി വ്യവസായ കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒന്നും പ്രസക്തിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചില കമ്പാർട്ട്മെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ നിന്ന ഒരാളാണ്. അന്ന് വ്യക്തമായ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, AK ആന്റണിക്ക് കെ കരുണാകരൻ. അത് ആ വ്യക്തിത്വത്തിലൂടെ തന്നെ ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തി. പക്ഷേ ഇന്നതല്ല. ഇന്ന് ഓരോ കമ്പാർട്ട്മെന്റ്, കായംകുളത്ത് തന്നെ കമ്പാർട്ട്മെന്റ് നമുക്ക് ഓരോരുത്തർ പേരെടുത്ത് പറയാൻ പറ്റും. ആ കമ്പാർട്ട്മെന്റിലാണെങ്കിൽ മാത്രമേ അവന് സംരക്ഷണമുള്ളൂ. ഇതോടൊപ്പം തന്നെ അമിതമായ ന്യൂനപക്ഷ പ്രീണനമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതായത് യാതൊരു സംശയമില്ല. കായംകുളത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ് കായംകുളത്ത് ഒരു പറ്റം ആൾക്കാരിൽ മാത്രം അനർഹരായ ആൾക്കാർ, ജാതി മാത്രം അനർഹരായ ആൾക്കാരില്ല ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അർഹതയുള്ളവരെ പുറംകാലം കൊണ്ട് തള്ളുന്ന വലിയൊരു രാഷ്ട്രീയം കായംകുളത്ത് നടക്കുന്നുണ്ട്. ഇത് നിസ്സാരമല്ല. ഇത് കേരളത്തിലെ മുഴുവനായുള്ള വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കേരളത്തിലെ BJP-ക്ക് വളരെ ശക്തമായ ഒരു സ്പേസ് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കായംകുളം നഗരസഭയിൽ എത്രത്തോളം പ്രതീക്ഷയാണ് ഇത്തവണ ഉള്ളത്? കായംകുളം നഗരസഭയിൽ ഒരു 15ഓളം സീറ്റുകളിൽ ഇപ്പോൾ പ്രതീക്ഷ വെച്ചാണ് BJP മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ ശക്തമായ പ്രവർത്തനം ഇനി മുന്നോട്ട് വരും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ധാരാളം ആൾക്കാർ BJP-യോട്ട് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അത് യാതൊരു സംശയമില്ല. അത് വരും ദിവസങ്ങളിൽ അത് പ്രകടമാകുകയാണ്. ഒരു നേതാവിനും ഒരാളെയും സംരക്ഷിക്കാൻ പറ്റാത്ത, ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും ഒരു പ്രവർത്തകനെ സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവെന്ന് പറഞ്ഞ് ചമഞ്ഞു നടക്കുന്ന ഒരാൾക്കും ഇന്ന് കഴിയുന്നില്ല എന്നുള്ളത് പച്ച യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇപ്പോഴും വിശ്വസിക്കുന്നവർ എന്റെ ആ ഒരു പറച്ചിൽ ഏറ്റുപറയുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തമായ പ്രവർത്തനവുമായി ഞാൻ മുന്നോട്ട് പോകും. യാതൊരു സംശയവുമില്ല. ഈ പറയുന്ന ഒരു പീഡനം, ആ പീഡനം സംബന്ധിച്ചിടത്തോളം അർഹരായ ആൾക്കാരെ ഒഴിവാക്കി വെച്ചാണ് ഇത്തരത്തിൽ അനർഹരായ ആൾക്കാർക്ക് പദവികൾ കൊടുത്തുകൊണ്ട് എന്തോ പദവികളാണ് കൊടുക്കുന്നത്. ഞാൻ DCC മെമ്പറാണ്. എനിക്ക് തന്നെ അപമാനമുണ്ട്. ആയിരക്കണക്കിനാണെന്ന് തോന്നുന്നു DCC മെമ്പർ എഴുതി വെച്ചേക്കുന്നത്. ഇഷ്ടമുള്ളവർ വരുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് DCC മെമ്പർ, KPCC സെക്രട്ടറിമാർ പറഞ്ഞു കേട്ടിട്ടില്ല 60 KPCC സെക്രട്ടറിമാർ. ഇപ്പോൾ എഴുതി വെച്ചേക്ക് 150 KPCC സെക്രട്ടറിമാർ. ഇതൊക്കെ ഈ പാർട്ടിക്ക് യോജിച്ചതല്ല. ആൾക്കാരെ കെണിപ്പെടുത്തുവാൻ വേണ്ടി നടത്തുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ പുതിയ ഇന്ത്യക്ക് വേണ്ടി, പുതിയ ഒരു ഭാരതത്തിന് വേണ്ടി എന്നേക്കാൾ കഴിയാവുന്ന മുഴുവൻ കാര്യങ്ങൾ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ചെയ്യുമെന്ന് നിങ്ങളിവിടെ എനിക്ക് നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദിയും കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.